ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഇതാ ഞാൻ കുക്കറിലേക്ക് ഒരു ഗ്ലാസ് പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇതാ ഒരു 4-5 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 തക്കാളിയും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ട സാധനങ്ങളാണ് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഉണക്കൽ മുളക്, ചെറിയ ജീരകം. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി വേണ്ടത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലായാലും മതി കേട്ടോ. നെയ്യ് കൂട്ടുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് നെയ്യ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് നെയ്യിൽ കടന്ന് നല്ലൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി കറിയൊക്കെ ഒന്ന് നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പരിപ്പ് കറി റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വെച്ച് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.